രാമ 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 ലോകാഭിരാമ ഭൂമി ബാലശ്രേഷ്ഠ ഭാരതം ശ്രേഷ്ഠ ഭാരതം. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് സ്വാഗതം. ആദ്യം പ്രശ്നോത്തരി മത്സരം. നമുക്ക് സ്കൂളുകളെ സ്വാഗതം ചെയ്യാം. ടീം എ അമൃത വിദ്യാലയം കൈമനം, ടീം ബി DVM NNM HSS മാറനല്ലൂർ, നമ്മൾ മുമ്പേ പരിചയപ്പെട്ടിട്ടുണ്ടല്ലേ? എന്നാലും പേര് പറഞ്ഞോളൂ. മോളുടെ പേര് പറ. ഭദ്ര ഡി നായർ. ഭദ്ര ഡി നായർ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8ാം ക്ലാസ്. 8ാം ക്ലാസ്സിൽ. മോനോ? ദേവനന്ദൻ 9ാം ക്ലാസ്. അർച്ചന 9th. അർച്ചന 10th. അപ്പൊ നേരെ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ആദ്യ ചോദ്യം ടീം എയോടാണ്. ഇമേച്ച വിപുല സാലാ സപ്ത യത്രേകം ഘടതേ വാലി ഓജസ. ഈ 7 സാലവൃക്ഷങ്ങളിൽ ബലം പ്രയോഗിച്ച് ഒരേ സമയം ബാലിക്ക് എന്തു ചെയ്യാൻ കഴിവുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എ ഇലകളെല്ലാം കൊഴിക്കാൻ, ബി ഫലങ്ങൾ വീഴ്ത്താൻ, സി ശിഖരങ്ങൾ തകർക്കാൻ, ഡി വേരുകൾ ഇളക്കാൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ എ ഇലകളെല്ലാം കൊഴിക്കാൻ. ഓപ്ഷൻ എ ഇലകളെല്ലാം കൊഴിക്കാൻ ലോക്ക് ചെയ്യട്ടെ. ഓക്കെ, അപ്പൊ നമ്മൾ ലോക്ക് ചെയ്തു ഓപ്ഷൻ എ ഇലകളെല്ലാം കൊഴിക്കാൻ. നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് 2 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ടീം ബിയോടാണ്. ക്വസ്റ്റ്യൻ ഇതാണ്. ബാലി എപ്പോഴും ധരിക്കുന്ന സ്വർണമയവും വൈരക്കല്ലുകൾ പതിച്ചതുമായ മാല ആരു നൽകിയതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? എ ബ്രഹ്മാവ്, ബി വിശ്വകർമാവ്, സി ഇന്ദ്രൻ, ഡി വരുണൻ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ആരാ കൊടുത്തത്? സി ഇന്ദ്രൻ. സി ഇന്ദ്രൻ ആണ് കൊടുത്തത് അല്ലേ? ലോക്ക് ചെയ്യട്ടെ. ഓക്കെ, ലോക്ക് ചെയ്തു സി ഇന്ദ്രൻ. ഓക്കെ, നമുക്ക് നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. അടുത്ത ക്വസ്റ്റ്യൻ ടീം എയോടാണ്. ശിക്ഷാരക്ഷകളും നയധർമ്മ അനുഷ്ഠാനങ്ങളും ചേർന്ന രാജ്യവൃത്തി എന്തിനോട് ഇടകലരാൻ പാടില്ലെന്നാണ് ബാലി പറയുന്നത്? എ അന്യായം, അധർമ്മം എന്നിവയോട്, ബി അധികാരത്തോട്, സി ബന്ധുത്വത്തോട്, ഡി മേധാവിത്വത്തോട്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ലൈഫ് ലൈൻ എടുക്കാം. ലൈഫ് ലൈൻ എടുക്കാണോ? ശരി, നമുക്ക് മുത്തശ്ശിയോട് ചോദിക്കാം. ഹലോ ഹലോ, പറയൂ. ആ, ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിൽ നിന്നാണ് വിളിക്കുന്നത്. ആ, മുത്തശ്ശി പേര് പറയൂ. എന്റെ പേര് ഓമനമ്മ. ഓമനമ്മ. അതെ. ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ആ, ശരി. എന്നാ കുട്ടിയോളെ ചോദിക്കൂ കേട്ടോ. ആ, ചോദിച്ചോളൂ. മുത്തശ്ശി, നമ്മുടെ ചോദ്യം ഇതാണ്. ശിക്ഷാരക്ഷകളും നയധർമാനുഷ്ഠാനങ്ങളും ചേർന്ന രാജവൃത്തി എന്തിനോട് ഇടകലരാൻ പാടില്ലെന്നാണ് ബാലി പറയുന്നത്? ഓപ്ഷൻ എ അന്യായം, അധർമ്മം എന്നിവയോട്, ഓപ്ഷൻ ബി അധികാരത്തോട്, ഓപ്ഷൻ സി ബന്ധുത്വത്തോട്, ഓപ്ഷൻ ഡി മേധാവിത്വത്തോട്. ആൻസർ എ. ഓക്കെ, അന്യായം, അധർമ്മത്തോട് എന്നിവയോടല്ലേ? അതെ അതെ. നമ്മള് മുത്തശ്ശിയുടെ ഭാഷയിൽ പറഞ്ഞ എ നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്നു. നമുക്ക് നോക്കാം. മുത്തശ്ശി പറഞ്ഞ ഉത്തരം ശരിയാണ്. താങ്ക് യു സോ മച്ച് മുത്തശ്ശി. ശരി ശരി. ഓക്കെ, ടീം എക്ക് 2 മാർക്ക് കൂടെ. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. പ്രായശ്ചിത്തമെന്നതേ ഇല്ലാത്ത സംഗതിയായി ലക്ഷ്മണൻ സുഗ്രീവനോട് പറയുന്നത് എന്താണ്? എ ഉപകാരം ചെയ്തവരെ മറക്കുന്നത്, ബി സഹോദരനെ വധിക്കുന്നത്, സി പരധാരത്തെ സ്വീകരിക്കുന്നത്, ഡി രാജ്യഭാരത്തിൽ വീഴ്ച വരുത്തുന്നത്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ എ ഉപകാരം ചെയ്തവരെ മറക്കുന്നത്. ലോക്ക് ചെയ്യട്ടെ. ലോക്ക് ചെയ്തു. ഓപ്ഷൻ എ ഉപകാരം ചെയ്തവരെ മറക്കുന്നത്. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം ബിക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം എയോടാണ്. ടീം എയുടെ ചോദ്യം ഇതാണ്. അയോമുഖമെന്നും മലയപർവ്വതമെന്നും രാമായണത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്നത് ഏത് പർവ്വതമാണ്? എ വിന്ധ്യൻ,
ബി സഹ്യൻ, സി സാത്പുര, ഡി ഹിമാലയ. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി സഹ്യൻ. ഞാൻ ലോക്ക് ചെയ്തു ഓപ്ഷൻ ബി സഹ്യൻ. നമുക്ക് നോക്കാം. ടീം എ പറഞ്ഞ ഉത്തരം ശരിയാണ്. ടീം എക്ക് 2 മാർക്ക്. അടുത്ത ചോദ്യം ടീം ബിയോടാണ്. ചോദ്യം ഇതാണ്: ഇന്ദ്രനാൽ മുറിവേൽപ്പിക്കപ്പെട്ടപ്പോൾ ഹനുമാന് ബ്രഹ്മാവ് നൽകിയ വരം എന്താണ്? എ ആരെയും ജയിക്കാമെന്ന്, ബി ആയുധം കൊണ്ട് മരണമില്ലെന്ന്, സി അഗ്നിയിൽ പൊള്ളലേൽക്കില്ലെന്ന്, ഡി ജലത്തിൽ മുങ്ങില്ലെന്ന്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓപ്ഷൻ ബി ആയുധം കൊണ്ട് മരണമില്ലെന്ന്. ഓപ്ഷൻ ബി ആയുധം കൊണ്ട് മരണമില്ലെന്ന് ഞാൻ ലോക്ക് ചെയ്തു. നോക്കാം. ടീം ബി പറഞ്ഞ ഉത്തരം ശരിയാണ്. ഇന്നത്തെ മത്സരത്തിൽ ടീം എ നേടിയിരിക്കുന്നത് 6 മാർക്കാണ്. ടീം ബിക്ക് 6 മാർക്കാണ്. ഇതോടുകൂടി ഇന്നത്തെ പ്രശ്നോത്തരി മത്സരം ഇവിടെ അവസാനിക്കുകയാണ്. ഇനി അടുത്തത് ആലാപന അർത്ഥവ്യാഖ്യാന മത്സരമാണ്. അതിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ബ്രേക്ക്. ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി ആലാപന അർത്ഥവ്യാഖ്യാന മത്സരമാണ്. നമുക്ക് കുട്ടികളെ പരിചയപ്പെടാം. ടീം എ പേര് പറ. ഗൗരി 10th. മേഘന 9th. അശ്വിൻ ജി മോഹൻ 10th. അർച്ചന 9th. നമുക്ക് തുടങ്ങാം. ടീം എയുടെ ആലാപന കാവ്യം സ്ക്രീനിൽ. ശത്രുവായുള്ളവൻ വന്നു ഗൃഹാന്തികെ, യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ, ശൂരനായുള്ള പുരുഷനിരിക്കുമോ, ഭീരുവായുള്ളിലടച്ചതു ചൊല്ലു നീ, വൈരിയെ കൊന്നു വിരവിൽ വരുവൻ ഞാൻ, ധീരത കൈക്കൊണ്ടിരിക്ക നീ വല്ലഭേ. ശ്രീ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ കിഷ്കിന്ധാകാണ്ഡത്തിലെ ബാലി വധത്തിൽ നിന്നുമാണ് ഈ വരികൾ. ശ്രീരാമനും സുഗ്രീവനും തമ്മിൽ സഖ്യമുണ്ടാക്കുകയും അങ്ങനെ സുഗ്രീവൻ ബാലിയെ യുദ്ധത്തിന് ക്ഷണിക്കുന്നതിനായി ബാലിയുടെ രാജകൊട്ടാരത്തിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. ഈ സന്ദർഭത്തിൽ താര യുദ്ധത്തിന് പുറപ്പെടരുത് എന്ന് ബാലിയോട് അപേക്ഷിക്കുന്നു. കാരണം ഇത്രയും നാൾ ബാലിയെ ഭയന്ന ഋഷ്യമൂക്കാചലത്തിൽ താമസമാക്കിയ സുഗ്രീവൻ പെട്ടെന്ന് യുദ്ധത്തിനായി വരണമെങ്കിൽ തീർച്ചയായും സുഗ്രീവന് പിന്നിൽ ആരെങ്കിലും ഉണ്ടാകും. ഈ സന്ദർഭത്തിൽ ബാലി താരയോട് പറയുന്നതാണ് ഈ വരികൾ. ബാലേ, നീ ശങ്കിക്കേണ്ട, എന്നെ നീ തടയരുത്. ഒരു കാര്യം നീ മനസ്സിലാക്കണം. ഒരു ബന്ധുവായി സുഗ്രീവൻ ആരാണുള്ളത്? ഇനി അവനൊരു ബന്ധു ഉണ്ടെങ്കിൽ തന്നെ അവനെയും ഞാൻ വധിക്കുന്നതായിരിക്കും. ഗുരുദ്വാരത്തിൽ ശത്രുവെന്ന് പോരിന് വിളിക്കുമ്പോൾ പേടിച്ചകത്തിരിക്കുന്നത് വീരന്മാർക്ക് ചേർന്ന പ്രവൃത്തിയാണോ? അതിനാൽ ഞാൻ പോയി ശത്രുവിനെ വധിച്ചിട്ട് വരാം. താരേ, നീ ധൈര്യമായിരിക്കൂ. ആ നൃത്യപ്പ് എന്തോ ഒരു ഇത് തോന്നി. പക്ഷെ രണ്ടാളും ആലപിച്ചതും വിശദീകരണവും ക്യൂട്ടായിരുന്നു, നന്നായിരുന്നു. വളരെ ക്യൂട്ടായിരുന്നു. ഉള്ള എന്തൊരു സിന്ധുഭൈരവി രാഗത്തിൻ്റെ ഒരു ധ്വനി അതിനകത്തുണ്ടായിരുന്നു മോള് ചൊല്ലിയപ്പോൾ. ശത്രുവായുള്ളവൻ വന്നു ഗൃഹാന്തികേ, യുദ്ധത്തിനായി വിളിക്കുന്നതും കേട്ടുടൻ, ശൂരനായുള്ള പുരുഷനിരിക്കുമോ, ഭീരുവായുള്ളിലടച്ചതു ചൊല്ലു നീ, വൈരിയെ കൊന്നു വിരവിൽ വരുവാൻ ഞാൻ, ധീരത കൈക്കൊണ്ടിരിക്ക നീ വല്ലഭേ. നമുക്ക് മാർക്സിലോട്ട് കിടക്കാം അല്ലേ ശ്രീകുമാർ സർ? 7 out of 10. ഗോപാലകൃഷ്ണൻ സർ? 7 കൊടുക്കാൻ ഉദ്ദേശിച്ചതെങ്കിലും എഴുതിയത് 8 പോയി, അതുകൊണ്ട് 8 തന്നെ. 7 out of 10. ടീം എ നേടിയിരിക്കുന്നത് 22 മാർക്കാണ്.
അടുത്ത കാവ്യം ടീം ബിയുടേതാണ്. താങ്കളുടെ കാവ്യം സ്ക്രീനിൽ. രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധ സ്ഫടികവും തദ്വർണമായി വരും. വസ്തുതയാ പാർക്കിലില്ല തദ്രഞ്ജന. ചിത്തെ നിരൂപിച്ചു കാൺക നീ സൂക്ഷ്മമായി. ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാൽ എത്തും ആത്മാവിനു സംസാരവും ബലാൽ. സത്യവിയോഗ ദുഃഖം അനുഭവിക്കുന്ന താരയ്ക്ക് ശ്രീരാമൻ ഉപദേശം നൽകുന്നതാണ് സന്ദർഭം. അദ്ദേഹം പറയുകയാണ്, രക്താദി സാന്നിധ്യം കാരണം ശുദ്ധ സ്ഫടികവും അതിൻ്റെതായ വർണ്ണത്തോടു കൂടി വിളങ്ങുന്നതാണ്. എന്നാൽ വാസ്തവത്തിൽ സ്ഫടികത്തിന് നിറം മാറുന്നില്ല. അതുപോലെയാണ് ബുദ്ധി, ഇന്ദ്രിയങ്ങൾ തുടങ്ങിയവയുടെ സമീപത്താൽ ആത്മാവിന് സംസാരബന്ധം ഉണ്ടാകുന്നത്. അദ്ദേഹം പറയുകയാണ്, ആത്മാവ് തൻ്റെ ഉപാധിയായ മനസ്സിനെ പിന്തുടർന്ന് അതിലെ ഭോഗങ്ങളെ സേവിക്കയാൽ സത്വാദിയായ ഗുണങ്ങളാൽ ബദ്ധനായി അവശത്വം കലർന്ന് സംസാരത്തിൽ വലയുന്നു. ദേഹം, ഇന്ദ്രിയം, മനസ്സ് എന്നിവയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നതാണ് ആത്മാവ്. ആത്മാവ് സത്യസ്വരൂപനും ആനന്ദ സ്വരൂപനുമാണ്. ഇതറിയുന്നതോടുകൂടി ഏതൊരുവനും സംസാരത്തിൽ നിന്ന് മുക്തനാവും. ഇതറിയുന്നവന് സംസാര ദുഃഖമില്ല. ക്ഷണികമായ സംഗമമാണ് താരയ്ക്ക് പരമാത്മാവായ ശ്രീരാമനോട് ഉണ്ടായതെങ്കിലും താര തൻ്റെ ഭ്രമമകന്ന് വിജ്ഞാനത്തിൻ്റെ പാതയിൽ പോരുന്നു. ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീകുമാർ സർ. ചൊല്ലല് അസാധ്യമായിരുന്നു. നല്ലൊരു ചൊല്ലലായിരുന്നു. പാട്ട് പഠിക്കുന്നുണ്ടോ? ഉണ്ടല്ലേ. രക്താദി സാന്നിധ്യമുണ്ടാക കാരണം ശുദ്ധസ്ഫടികവും തദ്വർണമായി വരും. വസ്തുതയാ പാർക്കിലില്ല തദ്രഞ്ജന. ചിത്തേ നിരൂപിച്ചു കാൺക നീ സൂക്ഷ്മമായി. ബുദ്ധീന്ദ്രിയാദി സാമീപ്യമുണ്ടാകയാൽ എത്തുമാത്മാവിനു സംസാരവും ബലാൽ. മാർക്ക് അറിയണ്ടേ? ശ്രീകുമാർ സർ. ചൊല്ലൽ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാൻ 7 തരാം ഔട്ട് ഓഫ് 10. കമലക്ഷ്മൺ സർ. ഞാൻ 7 തരാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറെ കൂടെ ഹയറിലേക്ക് എത്താൻ വേണ്ടി മാത്രം ആ ഒരു ഓർമ്മപ്പെടുത്തലിന് വേണ്ടി 6. ടീം ബി നേടിയിരിക്കുന്നത് 20 മാർക്കാണ്. ഇതോടെ ഇന്നത്തെ ആലാപന അർത്ഥവ്യാഖ്യാന മത്സരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി അടുത്തത് രാമായണ രൂപകമാണ്. അതിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ബ്രേക്ക്. മഹാപ്രഭോ, ദേവാ, ഒരൊറ്റ അസ്ത്രം കൊണ്ട് 7 സാലവൃക്ഷങ്ങളെയും പർവ്വത ശൃംഗത്തെയും ഈ ഭൂമിയെ തന്നെയും അങ്ങ് പിളർത്തിക്കളഞ്ഞിരിക്കുന്നു. മഹാശക്തിശാലിയായ ബാലി അങ്ങേക്ക് മുന്നിൽ ഒന്നുമല്ലെന്ന് ഞാൻ അറിയുന്നു. ആ ശത്രുവിനെ നിഗ്രഹിച്ച് എന്റെ ജീവിതം സഫലമാക്കിയാലും പ്രഭോ, സഫലമാക്കിയാലും. അതെ സ്നേഹിത, ആ കർമ്മമാണ് ഇനി ചെയ്യപ്പെടേണ്ടത്. ചെല്ലു, കിഷ്കിന്ധയിലേക്ക് ചെല്ലു. ദുഷ്ടനായ സഹോദരനെ ശങ്ക കൂടാതെ യുദ്ധത്തിന് വിളിക്കൂ. ഞങ്ങൾ ഒപ്പമുണ്ട്. തീർച്ചയായും പ്രഭോ, അങ്ങനെ ചെയ്യാം. പ്രഭോ, ആ കാണുന്നതാണ് കിഷ്കിന്ധ നഗരം, വാനരന്മാരുടെ രാജധാനി. നമുക്ക് അങ്ങോട്ട് പോകാം. ഇല്ല സ്നേഹിത, 14 വർഷത്തെ വനവാസത്തിനിടയിൽ ഒരു നഗരത്തിലും പ്രവേശിക്കില്ല എന്നാണ് എൻ്റെ നിശ്ചയം. താങ്കൾ ചെല്ലു, ചെന്ന് ദുഷ്ടനായ ബാലിയെ യുദ്ധത്തിന് വിളിക്കൂ. ഞങ്ങൾ ഇവിടെ മറഞ്ഞു നിൽക്കാം. അങ്ങനെ ആകട്ടെ മഹാത്മൻ. ദുഷ്ടനായ ബാലി, ഇതാ ഞാൻ വന്നിരിക്കുന്നു. നിന്റെ അന്ത്യം കാണാൻ, നിന്റെ ജീവൻ എടുക്കാൻ
ധൈര്യമുണ്ടെങ്കിൽ പുറത്തു വന്ന് എന്നോട് യുദ്ധം ചെയ്യ. ബാലി, പുറത്തു വാ. നിന്നെ ഈ പ്രപഞ്ചത്തിന്റെ അങ്ങേ അതിര് വരെ ഞാൻ ഓടിച്ചതല്ലേ, എന്നിട്ടും നീ തിരിച്ചു വന്നോ? മരണം ഇരന്നു വാങ്ങാൻ മോഹമുള്ളവരെ ഈ ബാലിയോട് യുദ്ധത്തിന് വരൂ. നിന്റെ സമയം എത്തിക്കാണും. മരണം ഞാൻ ഇരന്നു വാങ്ങുന്നു, അത് നിന്നെ തുറന്നെടുക്കുന്നോ എന്ന് നമുക്ക് നോക്കാം. പ്രഭു, ബാലിയെ കൊണ്ട് എന്നെ കൊല്ലിക്കാനായിരുന്നോ അങ്ങ് എന്നോട് അവനെ യുദ്ധത്തിന് വിളിക്കാൻ പറഞ്ഞത്? ബാലിയെ കൊല്ലാനാവില്ലെന്ന് ഒരു വാക്ക് അങ്ങ് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഈ സാഹസത്തിന് മുതിരില്ലായിരുന്നല്ലോ പ്രഭു. സ്നേഹിത സുഗ്രീവ, ചലനം കൊണ്ടും ആകൃതി കൊണ്ടും രൂപം കൊണ്ടും നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്നു. ആര് ബാലി ആര് സുഗ്രീവൻ എന്ന് തിരിച്ചറിയാനാവാത്ത അവസ്ഥയിലാണ് ഞാൻ അമ്പ അയക്കാതിരുന്നത്. നശിച്ചു, എന്റെ എല്ലാ ആശകളും പ്രതീക്ഷകളും നശിച്ചു പ്രഭു, എല്ലാം നശിച്ചു. ഇല്ല സുഗ്രീവ, താങ്കൾ ഇനിയും ബാലിയെ യുദ്ധത്തിന് വിളിക്കണം. ആ യുദ്ധത്തിനിടയിൽ ബാലിയെ ഞാൻ വധിക്കാം. പക്ഷേ താങ്കളെ വേറിട്ടറിയാനുള്ള എന്തെങ്കിലും ഒരു അടയാളം ധരിച്ചിരിക്കണം. പക്ഷേ അങ്ങനെ എന്തടയാളമാണുള്ളത്? ലക്ഷ്മണ, ആ ഗജപുഷ്പവള്ളി പറിച്ച് സുഗ്രീവന്റെ കഴുത്തിലണിയിക്കൂ. ആ മാല്യം കൊണ്ട് സുഗ്രീവനെ തിരിച്ചറിയാനാകും. മാത്രമല്ല, അതൊരു ശുഭലക്ഷണവുമാണ്. ചെല്ലു, ഇനി ബാലിയെ യുദ്ധത്തിന് വിളിക്കൂ. ബാലിയുടെ അന്ത്യയുദ്ധം ആരംഭിക്കട്ടെ. ബാലി, ഞാൻ വീണ്ടും വന്നു. ധൈര്യമുണ്ടെങ്കിൽ യുദ്ധത്തിന് വാ. പ്രഭു, യുദ്ധത്തിന് ഇറങ്ങരുതേ. പരാജയപ്പെട്ടു പോയിട്ട് ഒട്ടും വൈകാതെ വീണ്ടും യുദ്ധത്തിന് വരണമെങ്കിൽ തീർച്ചയായും സുഗ്രീവന് പിന്നിൽ ആരെങ്കിലും സഹായത്തിനുണ്ടാവും. അംഗദനും അത് പറഞ്ഞു. യുദ്ധം ചെയ്തു വധിക്കാൻ ശ്രമിക്കാതെ ഇനിയെങ്കിലും സുഗ്രീവനെ സ്വന്തം അനുജനായി സ്വീകരിക്കൂ പ്രഭു. സുഗ്രീവനെ സഹായിക്കാൻ ആര് വേണമോ ഉണ്ടായിക്കോട്ടെ. അത് ഭയന്ന് യുദ്ധത്തിന് വന്ന് വെല്ലുവിളിക്കുന്നവന് മുമ്പിൽ ഇറങ്ങാതെ അന്തപുരത്തിൽ ഒളിച്ചിരിക്കാനാകുമോ? നീ പറയാനുള്ളത് പറഞ്ഞു. നന്ന്. ഇനി ഞാൻ ചെയ്യേണ്ടത് ചെയ്യും. ഒന്നുറപ്പിച്ചോളൂ, സുഗ്രീവനെ വധിക്കാൻ ഞാൻ ഇച്ഛിക്കുന്നില്ല. ഭയപ്പെടുത്തി ഓടിക്കും. പൊക്കോളൂ.
നമുക്ക് പരിചയപ്പെടാം. പേര് പറയൂ. അഭിജിത്ത്. ഏത് ക്ലാസ്സിൽ അഭിജിത്ത് പഠിക്കുന്നത്? ഞാൻ +1. ഹരിശങ്കർ. ഏത് ക്ലാസ്? +1. നിങ്ങളുടെ ഫൈറ്റ് മാസ്റ്റർ ആരാ? ശ്യാം സാർ. ശ്യാം സാർ ആള് തന്നെയാണോ ഇത് ഈ ഡ്രാമ ചെയ്തതൊക്കെ ആള് തന്നെയാണ്? നമുക്ക് ശ്യാം സാറിനെ ഒന്ന് വിളിക്കാം. സാർ വരും. നന്നായിരുന്നു ഫൈറ്റ്. പേര് പറയൂ. ഞാൻ സിദ്ധാർത്ഥ്, +1 പഠിക്കുന്നത്. എൻ്റെ പേര് അശ്വിൻ, ഞാൻ 8th പഠിക്കുന്നത്. ഞാൻ ദേവയാനി, ഞാൻ 10th പഠിക്കുന്നു. എൻ്റെ പേര് നീരജ്, ഞാൻ +1 പഠിക്കുന്നു. നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. ശ്രീകുമാർ സാർ. നന്നായിരുന്നു എല്ലാവരുടെയും ആ ഡ്രസ്സിങ്ങും, പ്രത്യേകിച്ച് ആ ഒരു ഫൈറ്റ് സീന്, രണ്ടുപേരുടെയും ആ ഒരു ദ്വന്ദ്വ യുദ്ധവും അതായിരുന്നു ഇതിനകത്തൊരു ഹൈലൈറ്റ്. ടോട്ടാലിറ്റിയിൽ എല്ലാവരുടെയും ഡ്രസ്സിങ് എന്ന് പറഞ്ഞാൽ വളരെ കണ്ണിനൊരു വളരെ ഇമ്പമുള്ള ഒരു കാഴ്ചയാണ്. നല്ലൊരു സെൻസുണ്ട്, സെൻസിബിളായിട്ടുള്ള, വളരെ നന്നായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഗോപാലകൃഷ്ണൻ സാർ. യഥാർത്ഥ ബാലി സുഗ്രീവന്മാർ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവരവരെ ഒന്ന് നോക്കും, നിങ്ങളെ രണ്ടുപേരെയും നോക്കും. നന്നായിരുന്നു, അസലായിരുന്നു. ഇത് ഈ സ്റ്റണ്ട് സീനൊക്കെ അതേപോലെയാണ് ഇവർ അഡോപ്റ്റ് ചെയ്തത്. അല്പം സ്വല്പമൊക്കെ മാറ്റിയിട്ടുണ്ടോ? ഇതിൽ സുഗ്രീവനും ബാലിയും ചെയ്യുന്ന രണ്ടുപേരും അത്യാവശ്യം ഇയാൾ കരാട്ടയൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഫിസിക്കൽ തിയേറ്റർ കുറച്ച് യൂസ് ചെയ്യാൻ ശ്രമിച്ചതാണ്. അതെയോ? അപ്പോൾ ഇതിലേക്ക് ഒരു 1 month ആയിട്ട് ട്രെയിനിങ് ഉണ്ട്. അതെയോ? തറക്കേടില്ലാത്ത 7 വീഴ്ച കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമില്ല അല്ലേ? രണ്ടുപേർക്കും നന്നായിരുന്നു, വളരെ നന്നായി. ശരിക്കും ആ സുഗ്രീവനും ബാലിയും തമ്മിലുള്ള പോരാട്ടം ഇങ്ങനെ ഇരിക്കും ഒരുപക്ഷെ യഥാർത്ഥ വാനരർ. അതായത് നമ്മുടെ ഈ വാനരൻ എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ മങ്കി, കുരങ്ങൻ എന്നൊരു ധാരണയാണ് പൊതുവേ ഉള്ളത്. ശരിക്കും വാനരന് 2 ഇൻ്റർപ്രിട്ടേഷനാണ് പറയാറുള്ളത്. ഒന്നെങ്കിൽ വനനരൻ, ഫോറസ്റ്റ് മാൻ, അല്ലെങ്കിൽ വാനരൻ, ലുക്കിംഗ് ലൈക്ക് എ മാൻ. അതായത് ഒരു ഏൻഷ്യൻ്റ് ഓസ്ട്രലോയിഡ് എന്നൊക്കെ പറയുന്ന ഒരു ജനവിഭാഗമാണെന്നൊക്കെയുള്ള തിയറീസ് പലപ്പോഴും ഉണ്ട്. അപ്പം അതിന് വളരെ റിഫ്ലക്റ്റീവായി രണ്ടുപേരുടെയും വോയിസ് മോഡുലേഷൻ നന്നായിരുന്നു. ഓവറോൾ വളരെ ബ്യൂട്ടിഫുൾ. എസ്പെഷ്യലി നമ്മുടെ പുലിമുരുകനിൽ നമ്മുടെ മോഹൻലാൽ ഫൈറ്റ് ചെയ്ത ഫൈറ്റിംഗ് ആയിരുന്നു ഏറ്റവും ബെസ്റ്റ്. നമുക്ക് മാർക്സിലോട്ട് കിടക്കാം. ശ്രീകുമാർ സാർ, എത്ര മാർക്കാണ്? 16 out of 20. ഗോപാലകൃഷ്ണൻ സാർ. 16 മാർക്ക്. അതേപോലെ ഈശ്വരി. കുറെ കൂടെ റൈസ് ചെയ്യട്ടെ എന്നുള്ള പ്രതീക്ഷയിൽ 16. നിങ്ങൾ ആകെ നേടിയിരിക്കുന്നത് 48 മാർക്കാണ്. ഓൾ ദി ബെസ്റ്റ്. ബാലി സുഗ്രീവന്മാരുടെ യുദ്ധത്തോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. നാളെ ഇതേ ടീമുകൾക്കൊപ്പം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നമസ്കാരം. Costume courtesy for Nitya Das Ethnic Weaves. Accessories for Nitya Das Alfonsa.